ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 27. കെജ്രിവാളിനെ കൊടുക്കാൻ പുതിയ നീക്കം. വെറുപ്പും വിദ്വേഷവും മാത്രം വിധിക്കുകയും രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധി എല്ലാ ഭയാനകതയോടെയും പൊളിച്ചു നടക്കുകയും ചെയ്ത കഴിഞ്ഞ 10 വർഷത്തെ ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും മൂന്നാം മോദി സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുകയോ വയ്യ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളിൽ നിന്നും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിൽ നിന്നും മോദി നയിക്കുന്ന BJP സർക്കാർ പിന്മാറില്ല. ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ CBI കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചത് രാഷ്ട്രീയ എതിരാളികൾക്കുള്ള മോദി സർക്കാരിൻ്റെ മുന്നറിയിപ്പും വെല്ലുവിളിയുമാണ്. മദ്യനയ കേസിൽ വിചാരണ കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെതിരെയുള്ള കെജ്രിവാളിൻ്റെ അപ്പീൽ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ്. തിഹാറിൽ രാത്രിയിലെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കെ മാർച്ച് 21-നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ CBI 2023 മാർച്ചിൽ അറസ്റ്റ് ചെയ്ത ഡൽഹി ധനമന്ത്രി മനീഷ് സിസോദിയ ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിനെ കൂടി ദീർഘകാലത്തേക്ക് ജയിലിലിടാനുള്ള മോദി സർക്കാരിൻ്റെ തന്ത്രങ്ങളാണ് CBI പരീക്ഷിക്കുന്നത്. EDയും CBIയും ആദായ നികുതി വകുപ്പും അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അത്രയും രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാനും അവരെ ജയിലിലടയ്ക്കാനും പ്രതിപക്ഷ പാർട്ടികളെ ശിഥിലമാക്കാനുമുള്ള മോദി സർക്കാരിൻ്റെ കയ്യിലെ ആയുധങ്ങളാണെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. ഭാരത് രാഷ്ട്ര സമിതി നേതാവും തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളുമായ K. കവിത ജയിലിലാണ്. മാർച്ച് 15-നാണ് ഡൽഹി മദ്യനയ കേസിൽ K. കവിതയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവായ സോറനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റാഞ്ചിയിൽ അറസ്റ്റ് ചെയ്തത്. AAP MP സഞ്ജയ് സിംഗിനെ കഴിഞ്ഞ ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തുവെങ്കിലും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 2022 മെയ്യിൽ ED അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലുള്ള ഡൽഹി മന്ത്രി സത്യേന്ദ്ര ജെയിൻ്റെ ജാമ്യാപേക്ഷ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ഡൽഹിയിലും പഞ്ചാബിലും BJPക്ക് ശക്തമായി വെല്ലുവിളി ഉയർത്തുന്ന സംസ്ഥാന ഭരണകക്ഷിയായ AAPയെ തകർക്കുകയാണ് BJP ലക്ഷ്യം. ഈ അമിതാധികാര പ്രയോഗം ഉത്തരേന്ത്യയിൽ BJPയുടെ തിരിച്ചടിക്ക് കാരണമായ ഘടകങ്ങളിലൊന്നാണ്. കെജ്രിവാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ നടത്തിയ പരിപാടികളിലും കെജ്രിവാളിൻ്റെ ഹേമന്ത് സോറൻ്റെയും ജീവിത പങ്കാളികളെ കൂടി പങ്കെടുപ്പിച്ച് ഇന്ത്യ കൂട്ടായ്മ രാംലീല മൈതാനി നടത്തിയ റാലിയിലും വൻ ജനപങ്കാളിത്തമുണ്ടായി. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന മോദി സർക്കാരിൻ്റെ നയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലുടനീളം വിമർശിക്കപ്പെട്ടിരുന്നു. BJPയുടെ തിരിച്ചടിക്ക് ഇടയാക്കിയ ഘടകങ്ങളിലൊന്ന് ഈ അമിതാധികാര പ്രയോഗമാണെന്ന പാഠം ഉൾക്കൊള്ളാതെ അതേ നയം വീണ്ടും വീണ്ടും പ്രയോഗിക്കുകയാണ് മോദി സർക്കാർ. CBI കൊണ്ട് എന്ത് വൃത്തികെട്ട രാഷ്ട്രീയ കളിക്കും മോദി തയ്യാറാണ്. മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും അറസ്റ്റുകൾക്കിടയാക്കിയ കേസിൽ ബുധനാഴ്ച വാദം കേൾക്കവേ CBI പറഞ്ഞ കള്ളം ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി കയ്യോടെ പിടികൂടി. മദ്യനയത്തിൻ്റെ സൂത്രധാരൻ ധനമന്ത്രി മനീഷ് സിസോദിയാണെന്ന് കെജ്രിവാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചുവെന്നാണ് CBI അഭിഭാഷകൻ പറഞ്ഞത്. അങ്ങനെയൊരു കാര്യം താൻ പറഞ്ഞിട്ടില്ലെന്ന് കെജ്രിവാൾ കോടതിയെ ധരിപ്പിച്ചു. അക്കാര്യം മൊഴിയിലില്ലെന്ന് കോടതിയും പറഞ്ഞു. ജനക്ഷേമ നയങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത മോദി സർക്കാർ കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയങ്ങളിലാണ് ഊന്നുന്നത്. അതിനെതിരെ ഉയരുന്ന ജനരോഷം തിരിച്ചുവിടാനാണ് വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള ഇത്തരം വേട്ടകളും. ചോദ്യപേപ്പർ കുംഭകോണം, അയോധ്യയിലെ ക്ഷേത്രത്തിലെ ചോർച്ചയിലൂടെ വെളിപ്പെടുന്ന അഴിമതി എന്നിവയിലൂടെ മുഖം നഷ്ടപ്പെട്ട മോദി സർക്കാരിൽ നിന്നുള്ള ഏകാധിപത്യ ശ്രമങ്ങൾക്കെതിരെ രാജ്യം ജാഗ്രത പുലർത്തേണ്ട ഘട്ടമാണിത്.